10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത്. നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നവർ രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വരുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. അവർക്ക് ഇതൊരു വലിയൊരു സഹായമാണ്. ഞാനും മേടിച്ചു. 4 ഇഡ്ഡലി ഉണ്ട്. നല്ലപോലെ വയർ നിറച്ച് കഴിക്കാനുള്ളത്. നല്ല അടിഞ്ഞു വാങ്ങിയ 10 രൂപയ്ക്ക് എന്തോ കിട്ടും? ഒന്നും കിട്ടത്തില്ല. ചായ കുടിക്കണമെങ്കിൽ 10 രൂപ വിഷക്കാർക്ക് 10 രൂപ ഉള്ളത്. ഇത് എന്നേക്കുമായിട്ട് നിലനിൽക്കട്ടെ എന്ന് കൂടിയുള്ള ഒരു ആഗ്രഹമുണ്ട്. മറ്റ് ജില്ലകളിലും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സർക്കാരിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലം ചിന്നക്കടയിലാണ്. ഒത്തിരി സന്തോഷത്തോടുകൂടി ഒരു വാർത്ത അറിയിക്കുകയാണ്. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത്. നമ്മുടെ കൊല്ലം കോർപ്പറേഷനുമായി ചേർന്ന് സഹകരിക്കുന്ന വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി മന്ത്രി ചിഞ്ചു റാണിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു വലിയ സംഭവം നടന്നിരിക്കുന്നത്. നമുക്കറിയാം 10 രൂപയ്ക്ക് എന്ത് കിട്ടും ഇന്നത്തെ കാലത്തല്ലേ? 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം കിട്ടണമെങ്കിൽ കൊല്ലത്തേക്ക് നിങ്ങൾ വന്നോളൂ. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഞാനും മേടിച്ചു. 4 ഇഡ്ഡലി ഉണ്ട്. നല്ലപോലെ വയർ നിറച്ച് കഴിക്കാനുള്ളതുണ്ട്. അടിപൊളിയാണല്ലേ? പിന്നെ 10 രൂപയ്ക്ക് കൊടുക്കാതെ എവിടെ കിട്ടും? കൊല്ലം അങ്ങ് പൊളിയാണ്. നല്ല അടിഞ്ഞു പൊളിക്കുക. പിന്നെ 10 രൂപയ്ക്ക് എന്തോ കിട്ടും? ഒന്നും കിട്ടത്തില്ല. ചായ കുടിക്കണമെങ്കിൽ 10 രൂപ വിഷക്കാർക്ക് 10 രൂപ ഉള്ളത് നോക്കി. അപ്പൊ 10 രൂപ കാപ്പ് കുടിക്കുന്നില്ലേ? പിന്നെന്തുവാ നിറച്ച് കഴിക്കാം. ഇതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് തന്നെ എന്റെ വലുത്. പിന്നെ കൊല്ലം അടിച്ചു കയറി ഇങ്ങ് വരുവാ. ഇപ്പൊ എങ്ങനെ? ഇത് സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. സർക്കാർ ഇങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു അത്ഭുതകരമാണ്. വളരെ നമ്മളെ കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അതുകൊണ്ട് നമ്മളെ കൊല്ലത്തിന്റെ അഭിമാനമാണ് ഈ 10 രൂപയ്ക്ക് കേരള സർക്കാർ ഇങ്ങനെ ഒരു ലഘുഭക്ഷണം കൊടുക്കുന്നത് തന്നെ. നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ കഴിക്കാം. നമുക്ക് ഈ കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് വളരെ തൃപ്തിയാകുന്നു. തൃപ്തിയോടെയാണ് ഓരോ യാത്രക്കാരും മടങ്ങുന്നത് ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് മറ്റ് ജില്ലകളിലും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സർക്കാരിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ചേട്ടൻ പറഞ്ഞത് കേട്ടതേ. ചേട്ടൻ നല്ല വയർ നിറച്ച് കഴിക്കും. 4 എണ്ണം ഉണ്ടല്ലേ? 4 ഇഡ്ഡലി ഉണ്ട് 10 രൂപയ്ക്ക്. സാധാരണ നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും 2 ഇഡ്ഡലി 3 ഇഡ്ഡലി കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് 4 എണ്ണം തരുമ്പോ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലേ? 4 എണ്ണം തരുമ്പോ എന്തായാലും കഴിക്കണം. വിടൂ. ഇതൊരു നല്ല പ്രവൃത്തിയാണ്. 3 എണ്ണം ഒന്ന് പറഞ്ഞാൽ കേൾക്കൂല. 4 എണ്ണം തന്നെ കഴിക്കും. 10 രൂപ കൊടുത്തല്ലേ? 10 രൂപയുടെ അല്ല, ഇങ്ങനൊരു അവസരം അതൊരു ഭാഗ്യമാണ്. കാര്യം ഇവിടെ ഒരു ഹോട്ടലിൽ പോയി ഇപ്പൊ ബസ്സിൽ വന്ന് ഇറങ്ങി ഓടിപ്പോയവരോട് അടുത്ത് എങ്ങും കഴിക്കാൻ ഒരു മാർഗ്ഗമില്ല. അടുത്ത ബസ്സിൽ കയറി നമുക്ക് പോകാൻ പറ്റും. അതൊരു വലിയ നല്ല കർമ്മം തന്നെയാണ്. ഭക്ഷണം കഴിച്ച് മടങ്ങാം അല്ലേ? ചേട്ടാ എങ്ങനെയുണ്ട്? കൊല്ലം കോർപ്പറേഷൻ ഒരു എന്താ പറയുക, പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് 10 രൂപയ്ക്ക് ഉള്ള ഭക്ഷണം എന്ന് പറയുമ്പം എന്തുകൊണ്ടും പ്രയോജനമല്ലേ? പ്രയോജനമാണ്. പിന്നെ തീർച്ചയായിട്ടും ശരിക്കും നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നത്തില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നത്തില്ലെന്ന് പറയാക്കത്തില്ല. രാവിലെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നവർ രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വരുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. അവർക്ക് ഇതൊരു വലിയൊരു സഹായമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രവൃത്തി ഇല്ലെങ്കിലും കൊല്ലത്ത് ഇന്നൊരു സ്പോട്ട് ഉണ്ട്, അവിടുന്ന് കഴിച്ചോളാം എന്ന് വിചാരിക്കും. പിന്നെ തീർച്ചയായിട്ടും അതൊരു എന്താണ് പറയാ, ഒരു പുണ്യപ്രവൃത്തിയാണ്. 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇക്കാലത്ത് അത്ര പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യം. 12 രൂപ കൊടുക്കണം. തീർച്ചയായിട്ടും. അതെ. അതെ, ഇത് എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. എന്നെന്നും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാര്യം നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ ഇതങ്ങ് നിന്ന് പോകും. അങ്ങനെ ഒരു സാഹചര്യം വരും. ശരിയാണത്. ചിലപ്പോൾ അത് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വയർ നിറച്ച് കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെയാണ്. ചേട്ടാ കഴിച്ചോ? കഴിച്ചില്ല, മേടിക്കാൻ പോവാന്നോ? പാർസൽ വരത്തില്ല. പാഴ്സലില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകണം. അല്ല, മേടിച്ചോണ്ട് പാർസലും പാത്രം എടുത്തു. ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകണം കേട്ടോ. കഴിപ്പിച്ചേ വിടൂ. പാഴ്സലായിട്ടൊന്നും കൊടുക്കാൻ ഉള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം കവർ കൊണ്ടുവരണം. കവർ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് പാഴ്സലായിട്ട് കൊണ്ടുപോകാനും പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് 4 ഇഡ്ഡലിയും അല്ലെങ്കിൽ സാമ്പാറും അല്ലെങ്കിൽ ഇടിയപ്പം കടലക്കറി ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഇടുന്നത്. നാളെ മുതൽ അപ്പം ദോശ അങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു സംരംഭം വലിയ രീതിയിൽ ഇങ്ങനെ വിജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ ഒരു ഓട്ടോ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് എന്നേക്കുമായിട്ട് നിലനിൽക്കട്ടെ എന്ന് കൂടിയുള്ളൊരു ആഗ്രഹമുണ്ട്. ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം കോർപ്പറേഷനും നമ്മുടെ കൊല്ലം പ്രദേശവാസികൾക്കും ഒക്കെ തന്നെ ഒരു വലിയ ബിഗ് സല്യൂട്ട്. നിങ്ങൾ തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ എന്നും നിലനിൽക്കാൻ നിങ്ങളുടെ തന്നെ അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാകട്ടെ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിച്ച് വിസ്മയാനിക്സ്.